ഇന്നത്തെ റെസിപ്പി ചില്ലി ചിക്കൻ ആണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഈ ഒരു ചില്ലി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 1/2 കിലോ ചിക്കനും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ബോൺലെസ് ചിക്കൻ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സോയാ സോസ് ആണ്. ഞാനിവിടെ 1 ടീസ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് ഈ ഒരു ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം ഒരു അരമണിക്കൂർ വെക്കുക. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. അപ്പം ഞാനിവിടെ ഈ ഒരു കോൺഫ്ലോറും മൈദയും മുട്ടയിലും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ ഫ്രൈ ആയി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഈ ഒരു കോൺഫ്ലോറെല്ലാം ചേർത്തത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ചിക്കൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമ്മൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പം ഞാൻ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഉൾഭാഗമൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പം ഞാനിവിടെ മുഴുവൻ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും സോസിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഈ എല്ലാ സോസും വിനീഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺഫ്ലോറിലേക്ക് 1 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കോൺഫ്ലോർ ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ കോൺഫ്ലോർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചില്ലി ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാനിന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയും പച്ചമുളകും എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാനിവിടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സവാള ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ സവാള കട്ട് ചെയ്ത പോലെ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സവാളയും ക്യാപ്സിക്കം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ സവാളയും ക്യാപ്സിക്കം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സോസ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സോസ് ക്യാപ്സിക്കത്തിലും സവാളയിലെല്ലാം പിടിച്ച് നന്നായി തിളച്ച് വറ്റി വരണം.
നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോസിൻ്റെ ടേസ്റ്റാണ്. അത്ര അങ്ങ് എരിവുള്ളൊരു കറിയല്ല ഈ ഒരു ചില്ലി ചിക്കന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുളക് പൊടി ചേർത്ത് നമുക്ക് ഈ ഒരു സോസ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ സോസ് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സോസ് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കോൺഫ്ലോർ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കറിൻ്റെ കളർ ഒന്ന് കുറഞ്ഞു വരും. പക്ഷെ നമ്മളൊരു കോൺഫ്ലോർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി നല്ലൊരു കളറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കറി നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺഫ്ലോറിലേക്ക് 1 കപ്പെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ കുറച്ചെങ്കിലും ഗ്രേവി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാകുക. അപ്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്രേവി ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവി മുഴുവനായിട്ട് ചിക്കനിലേക്ക് പിടിക്കണം. ഒരു ഗ്രേവിയും ചിക്കനും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ച് നമ്മുടെ ഒരു ചിക്കൻ ഇപ്പോൾ ഒരു കാണാത്ത വിധത്തിലാണ് ഉള്ളത്. കണ്ട, ഈ ഒരു ഗ്രേവി നന്നായിട്ട് ചിക്കനിൽ പൊതിഞ്ഞിട്ടാണ് ഉള്ളത്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.